ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വോയിസ് കിട്ടണ്ട ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മളുടെ LED സ്ക്രോളിംഗ് ബോർഡാണ് ഈ കാണുന്നത്. നിങ്ങളെല്ലാവരും കണ്ടു കാണും LED സ്ക്രോളിംഗ് ബോർഡ്. ഇത് നമ്മൾ ഷോപ്പുകളുടെ ഫ്രണ്ടുകളൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്നൊരു സംഭവം തന്നെയാണ് ഈ LED സ്ക്രോളിംഗ് ബോർഡ്. അല്ലെ, നമുക്ക് ആവശ്യമുള്ള ഡാറ്റാസ് ഇതിലോട്ട് ഫീഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൽ എഴുതി കാണിക്കും. അതാണ് ഈ ഒരു സംഭവം. അപ്പോൾ ഇത് നമുക്ക് സർവീസിനായിട്ട് വന്നിരിക്കുന്നതാണ്. ഇതൊരു ഇടിമിന്നൽ പോയതാണ്. ഇതിൻ്റെ പ്രോഗ്രാമിംഗ് ബോർഡാണ് ഇതിൻ്റെ പോയിരിക്കുന്നത്. മെയിൻ പ്രോഗ്രാമിംഗ് ബോർഡാണ് പോയിരിക്കുന്നത്. അപ്പോൾ നമ്മളത് പ്രോഗ്രാം ബോർഡ് മാറ്റിയിട്ട് നമ്മളൊന്ന് സെറ്റ് ചെയ്ത് കാണിച്ചു തരാം. എങ്ങനെയാണ് പ്രോഗ്രാം ബോർഡ് മാറ്റുന്നതും ഇതിൻ്റെ ഉള്ളിലെ ഡീറ്റെയിൽ. ഇത് ഒരു 5 വോൾട്ടിൽ വർക്ക് ചെയ്യുന്ന ഒരു ഡിവൈസാണ് കേട്ടോ നമ്മളുടെ ഈ ഒരു ഡിവൈസ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊന്ന് സെറ്റ് ചെയ്ത് തരാം. അങ്ങനെ 1 2 3 4 പാനലാണുള്ളത്. ഇതിൽ 4 പാനലാണ് നമുക്ക് ഉള്ളത്. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് ഇതിലോട്ട് നമുക്ക് പ്രോഗ്രാം ബോർഡ് ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് കാണാം. ഇതിപ്പോൾ നോർമൽ രീതിയിലൊരു അലൂമിനിയത്തിൻ്റെ ഫ്രെയിം അടിച്ചിട്ട് അതിലാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് വേറെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് കുറേ നാൾ മുമ്പ് ചെയ്തിരിക്കുന്നതാണ്. ഇപ്പോൾ ഉള്ള റെഡിമെയ്ഡ് ഫ്രെയിമുകളൊക്കെ വരുന്നുണ്ട്. ആ ഫ്രെയിമുകൾക്ക് കാശ് കൂടുതലാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതേപോലെ ഒരു ഫ്രെയിം ഉണ്ടാക്കി വളരെ ചിലവ് ചുരുക്കി നമുക്ക് ചെയ്യാവുന്ന കേസേ ഉള്ളൂ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഓരോ പോർഷനായിട്ട് നമുക്ക് അഴിച്ചെടുക്കേണ്ടിയിരിക്കുന്നു. ഇത് പല രീതിയിൽ ചെയ്യാം. നമുക്ക് ഇരുമ്പിൻ്റെ ഫ്രെയിമുകൾ വെച്ച് ചെയ്യാം, അതുപോലെ തന്നെ അലൂമിനിയത്തിൻ്റെ വെച്ച് ചെയ്യാം, മരത്തിൻ്റെ വെച്ചും ചെയ്യാം. ബഡ്ജറ്റിനനുസരിച്ച് നമുക്ക് ഏത് തരത്തിൽ വേണമെങ്കിലും നമുക്ക് ഈ ഒരു ബോർഡ് പല വിധത്തിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇതിപ്പോൾ 6 ഇഞ്ച് സൈസാണ് വരുന്നത്. 6 ഇഞ്ച് ഹൈറ്റും 4 ഇഞ്ച് വിഡ്ത്തുമാണ് ഇതിൻ്റെ സൈസ് വരുന്നത്. ഈ ബോർഡിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഏകദേശം ഒരു ടൈലിന്, അതായത് ഒരു ബ്ലാക്ക് ഒരു റെഡ് കളർ ടൈലൊക്കെയാണ് വരുന്നതെങ്കിൽ ഏകദേശം ഒരു 500 600 ആ റേഞ്ചിലായിരിക്കും നമുക്ക് ടൈലിൻ്റെ റേറ്റ് വരുന്നത്. ഏതൊരാൾക്കും സ്വന്തമായിട്ട് തന്നെ ഇൻസ്റ്റാൾ ചെയ്ത് എടുക്കാവുന്നൊരു സംഗതി തന്നെയാണ് ഈ ഒരു LED സ്ക്രോളിംഗ് ബോർഡ് എന്ന് പറയുന്നത്. അതിൽ ശ്രദ്ധിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സപ്ലൈ കൊടുക്കുമ്പോൾ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ബാക്കി കാര്യങ്ങളൊക്കെ ഇതാണ് ഇതിൻ്റെ ഹുക്ക് വരുന്നത്. ഇത് നമുക്ക് തൂക്കിടാൻ വേണ്ടിയിട്ടുള്ള ഹുക്ക് സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. ഇത് വരുന്നത് നമുക്ക് ഫോം ബോർഡാണ് കേട്ടോ വരുന്നത്. ഫോം ബോർഡ് വളരെ നിസ്സാര റേറ്റിന് നമുക്ക് വലിയൊരു ഫോം ബോർഡുകളൊക്കെ മേടിക്കാൻ കിട്ടും. ആ ഫോം ബോർഡ് വെച്ചിട്ടാണ് ഇതിൻ്റെ ബാക്ക് സൈഡ് കവർ ചെയ്തിരിക്കുന്നത്. ചിലവർ ഇത് ഹൈലൈൻ ഷീറ്റ് ഇട്ട് കവർ ചെയ്യാറുണ്ട്, ചിലത് ACP ഷീറ്റ് ഇട്ട് കവർ ചെയ്യാറുണ്ട്. നമ്മളുടെ ബഡ്ജറ്റിനനുസരിച്ച് നമുക്ക് ഏത് വിധത്തിലും നമുക്ക് അത് ചെയ്യാവുന്നതാണ്. ഇതാണ് പണ്ട് കാലത്ത് വരുന്ന ബോർഡാണിത്. ഇത് USB, അതായത് കമ്പ്യൂട്ടറിലിട്ട് പ്രോഗ്രാം ചെയ്തിട്ട് നമുക്ക് പെൻഡ്രൈവ് കണക്ട് ചെയ്തിട്ട് വേണം ഇതിലോട്ട് പ്രോഗ്രാം കയറ്റാനായിട്ട്. എന്നാൽ നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന ബോർഡ്, അതായത് ഇത് കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ ഇത് മാറ്റി വെച്ചിട്ട് ഇന്ന് ഉപയോഗിക്കാൻ പോകുന്ന ബോർഡ് എന്ന് പറയുന്നത് വൈഫൈ ബോർഡാണ്. അതാകുമ്പോൾ നമുക്ക് മൊബൈലിൽ തന്നെ കൺട്രോൾ ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. നമുക്കിത് ആദ്യം റിമൂവ് ചെയ്യണം. ഇതാണ് നമ്മളുടെ പഴയ കാലത്ത് വരുന്ന ബോർഡ്. ഇപ്പോഴും വരുന്നുണ്ട് ബോർഡ്. ഈ ബോർഡിന് റേറ്റ് കുറവാണ്. അപ്പോൾ നമ്മൾ മേടിക്കുമ്പോൾ എപ്പോഴും വൈഫൈ ബോർഡ് മേടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് മൊബൈലിൽ കൂടെ തന്നെ നമുക്ക് ഈ ഡാറ്റാസൊക്കെ നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മളുടെ ബോർഡ് എന്ന് പറയുന്നത് ഇതാണ് HDW00 എന്ന് പറയുന്ന ഒരു ബോർഡാണ് നമ്മളുടെ വൈഫൈ ബോർഡായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ ഈ ഒരു LED സ്ക്രോളിംഗ് ബോർഡിലോട്ട് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് ഇൻസ്റ്റാൾ ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ കാണിക്കാൻ പോകുന്നത്. ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ് നമ്മളിപ്പോൾ കാണിക്കാൻ പോകുന്നത്. നമുക്ക് നേരെ നോക്കാം എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്ന്.
അപ്പോൾ ഇതിൽ വരുന്നത് നമുക്ക് 2 പാനലുകൾ നോക്കുക, അതായത് നിരയായിട്ട് എത്ര പാനൽ വേണമെങ്കിൽ നമുക്ക് കണ്ടു ചെയ്യാം. അതുപോലെ തന്നെ തൊട്ട് താഴെ, അതായത് ഇപ്പോൾ ഇത് ഒരു 6 ഇഞ്ചിൻ്റെ ഒരു പാനലാണ്. 6 ഇഞ്ചിൻ്റെ 2 പാനൽ നമുക്ക് കണക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ഈ കൊടുത്തിരിക്കുന്ന 2 പോയിൻറ്റ്. അപ്പോൾ ഇതിൽ നമുക്ക് 6 ഇഞ്ചിൻ്റെ 2 പാനലുകൾ നമുക്ക് കണക്ട് ചെയ്തിട്ട് ഉപയോഗിക്കാം. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇതിൽ 5 വോൾട്ടാണ് കൊടുക്കേണ്ടത്. 5 വോൾട്ട് കൊടുക്കുമ്പോൾ നമ്മളുടെ പവർ സപ്ലൈ വരുന്നത് തന്നെ പല പവർ സപ്ലൈകളും വരാറുണ്ട്. 5 വോൾട്ട് 12 വോൾട്ടൊക്കെ വരാറുണ്ട്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിലോട്ട് കൊടുക്കുന്നത് 5 വോൾട്ട് പവർ സപ്ലൈ തന്നെ ആയിരിക്കണം ഇതിലോട്ട് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ ഇതിൽ കൊടുക്കുമ്പോൾ പോസിറ്റീവ് നെഗറ്റീവും നമ്മൾ ശ്രദ്ധിച്ച് തന്നെ കൊടുക്കണം. ഇവിടെ 5 വോൾട്ട് എന്ന് കൊടുത്തിട്ടുണ്ടാവും. 5 വോൾട്ടിൽ പോസിറ്റീവ് കൊടുക്കുക, ഗ്രൗണ്ട് GND എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടാവും, അവിടെ നെഗറ്റീവ് കൊടുക്കുക. എങ്കിൽ മാത്രമാണ് ഇത് പ്രവർത്തിക്കുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ ഈ ബോർഡ് നശിച്ചു പോകുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൽ വരുന്നത് ഈ റെഡ് കളർ വയർ പോസിറ്റീവായിട്ടും കൊടുത്തതാണ്. ഈ ബ്ലാക്ക് കളർ, അതായത് റെഡിൽ ബ്ലാക്ക് ഒരു ലൈനുള്ള വയറുണ്ട്, അത് നെഗറ്റീവുമായിട്ടാണ് ഇവിടെ ഇപ്പോൾ നമ്മൾ നേരത്തെ സെറ്റ് ചെയ്തിട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമുക്ക് ആ പവർ സപ്ലൈയുടെ ഇതൊന്ന് കൊടുത്ത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ സ്ക്രൂ ഒന്ന് ലൂസ് ചെയ്യാം. 2 സ്ക്രൂവും ലൂസ് ചെയ്യാം. അതിനുശേഷം ഇതിൽ പോസിറ്റീവ് കറക്റ്റായിട്ട് നോക്കിയിട്ട് തന്നെ കൊടുക്കണം. പോസിറ്റീവ് നമ്മൾ ആദ്യം കൊടുക്കാം. സപ്ലൈ യാതൊരു വിധത്തിലുള്ള ലൂസ് കോണ്ടാക്റ്റും വരാതിരിക്കാൻ ശ്രദ്ധിക്കുക, എങ്കിലാണ് ഇത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുള്ളൂ. അതുപോലെ തന്നെ കംപ്ലൈൻറ്റ് ഇല്ലാതിരിക്കണമെങ്കിൽ നമ്മുടെ പവർ സപ്ലൈ കറക്റ്റ് രീതിയിലുള്ള പ്രോപ്പർ രീതിയിലായിരിക്കണം സപ്ലൈ കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ കറക്റ്റ് രീതിയിൽ അത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഗ്രൗണ്ടിൽ നമ്മൾ ബ്ലാക്കും കൊടുത്തിട്ടുണ്ട്. 5 വോൾട്ടിൽ നമ്മൾ റെഡ് കളറും വയറും കൊടുത്തിട്ടുണ്ട്. പോസിറ്റീവ് നമ്മൾ കൊടുത്തു കഴിഞ്ഞു. അതിനുശേഷം നമുക്ക് കൊടുക്കേണ്ടത് ഈ ഒരു ഡാറ്റ ട്രാൻസ്ഫറിങ് കേബിളാണ് നമുക്ക് കൊടുക്കേണ്ടത്. അത് നമ്മൾ ഇതിൻ്റെ 1ാമത്തെ പോയിന്റ് കൊടുക്കുക. 12x1 എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ആ ഒരു പോയിന്റിലോട്ടാണ് നമ്മളിത് ഇൻസേർട്ട് ചെയ്യേണ്ടത്. ജസ്റ്റ് അത് കഴിഞ്ഞ് നമുക്കൊന്ന് ഓണാക്കി നോക്കാം. അപ്പോൾ ഇതിൽ നമ്മൾ ടൈലുകൾ കണക്ട് ചെയ്യുമ്പോൾ ഇതേപോലെ ഇവിടെ കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, പിന്നുണ്ട്. ആ പിന്നെ ഇങ്ങനെ കണക്ട് ചെയ്യണം. ഈ ആരോ മാർക്ക് അനുസരിച്ചാണ് നമ്മളുടെ ഈ ടൈലുകൾ കണക്ട് ചെയ്യേണ്ടത്. ഇവിടെ ഇങ്ങനെ ആരോ മാർക്ക് ഉണ്ട്, ഇവിടെ ആരോ മാർക്ക് ഉണ്ട്. അതുപോലെ എല്ലാ ടൈലുകൾക്കും ആരോ മാർക്കുകൾ നമ്മൾ ഇട്ടിട്ടുണ്ടാവും. ഇപ്പോൾ 1, 2, 3, 4 ടൈലുകളാണ് നമ്മളുടെ ഈ ഒരു സ്ക്രോളിംഗ് ബോർഡിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആരോ മാർക്ക് നോക്കാം. ആരോ മാർക്ക് അനുസരിച്ച് വേണം നമുക്കത് ഇതിൻ്റെ ഈ ഡയറക്ഷൻ, അതായത് ഡാറ്റ പോകുന്നതിൻ്റെ ഡയറക്ഷൻ ഈ ആരോ മാർക്ക് അനുസരിച്ചായിരിക്കും വരുന്നത്. ഓക്കെ, അപ്പോൾ അതനുസരിച്ച് വേണം നമ്മൾ ഇത് കണക്റ്റ് ചെയ്യുവാനായിട്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മളിവിടെ ഡാറ്റ കേബിൾ കണക്റ്റ് ചെയ്തു. ആരോ മാർക്ക് അനുസരിച്ച് വേണം നമുക്ക് ഈ ഒരു ഡാറ്റ കേബിൾ കൊടുക്കാനായിട്ട്. ഡാറ്റ കേബിൾ നമ്മൾ ഇവിടെയാണ് കണക്റ്റ് ചെയ്യുന്നത്. ഡാറ്റ കേബിൾ കണക്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പവർ സപ്ലൈ കണക്റ്റ് ചെയ്തിട്ടുണ്ട്, പ്ലസ് നെഗറ്റീവ് കണക്റ്റ് ചെയ്തു. അപ്പോൾ നമ്മളുടെ സ്ക്രോളിംഗ് ബോർഡിൻ്റെ ഫുൾ പരിപാടി നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. നമ്മളപ്പോൾ ഇവിടെ നമ്മുടെ പ്രോഗ്രാം ബോർഡ് നമ്മൾ സെറ്റ് ചെയ്തു. കറക്റ്റ് പ്രോപ്പർ രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. പ്ലസും മൈനസൊക്കെ നോക്കി വേണം നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ ഡാറ്റ കേബിൾ നമ്മളിവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതിന് ശേഷം നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഓൺ ആക്കിയതിന് ശേഷം ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കാം. അതിനുശേഷം നമുക്കിത് ക്ലോസ് ചെയ്യാം. എന്നിട്ട് നമുക്ക് മൊബൈലിൽ നിന്ന് പ്രോഗ്രാം എങ്ങനെ ചെയ്യുന്നത് കാണിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതാണ് പവർ സപ്ലൈ വരുന്നത്. 5 വോൾട്ട് പവർ സപ്ലൈ ആണ് നമ്മൾ ചെക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ്. ഇത് 5 വോൾട്ട് പവർ സപ്ലൈ. ഇതിൽ നമുക്ക് ഇവിടെയാണ് ന്യൂട്രും ഫേസും കൊടുക്കേണ്ടത്. ഇവിടെ നമുക്ക് എഴുതിയിട്ടുണ്ട്. സൈഡ് കാണിക്കുന്നു ഇതിന് കണ്ടോ. ഇവിടെ N എർത്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ കോമൺ, ഇവിടെ പോസിറ്റീവ്, 3 പോസിറ്റീവ് 3 കോമൺ ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് 5 വോൾട്ടാണ് വരുന്നത്. ഈ കോമണിലും പ്ലസിലും 5 വോൾട്ട് വരുന്നു. ഇവിടെ വരുന്നത് ഫേസാണ് ഇവിടെ കൊടുക്കേണ്ടത്. ഫേസ് ലൈൻ, അതായത് 230 വോൾട്ട് ലൈനും കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവം കൊടുത്തേക്കുന്നത്. ഇവിടെ നമുക്ക് വോൾട്ടേജ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സംഭവമുണ്ട്. വോൾട്ടേജ് എത്ര വേണമെന്നുള്ളത് നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് നമ്മളുടെ ലൈൻ വരുന്നത്. നമ്മൾ ഈ ഒരു എക്സ്റ്റൻഷൻ ബോക്സിൽ ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് നമ്മൾ ഓൺ ആക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് വർക്ക് ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഈ LED പവർ സപ്ലൈ ഒക്കെ വർക്ക് ചെയ്ത് തുടങ്ങി. ഇവിടെ LED കത്തുന്നുണ്ട്, ചുവന്ന LED കത്തുന്നുണ്ട്. അപ്പോൾ നമുക്കിത് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് നോക്കാം. ഇപ്പുറത്തോട്ട് വരും. നമ്മളുടെ സ്ക്രോളിംഗ് ബോർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കണ്ടാ,
അതായത് ഇതിൽ നീല, വൈറ്റ്, ഗ്രീൻ, റെഡ് അങ്ങനെ 4 ടൈലുകളാണ് ഇതിൽ വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇതൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് ഇങ്ങനെ പ്രോപ്പർ രീതിയിൽ വർക്ക് ചെയ്യുന്നത് നമുക്ക് മനസ്സിലായി. അതിന് ശേഷം നമുക്കിത് ക്ലോസ് ചെയ്തതിന് ശേഷം നമുക്ക് മൊബൈലിൽ നിന്ന് പ്രോഗ്രാം ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇത് ഫോം ഷീറ്റ് ഇട്ടാണ് മൂടിയേക്കുന്നത്. ഫോം ഷീറ്റ് എന്ന് പറയുന്നത് വളരെ ചീപ്പ് റേറ്റിൽ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ അതിട്ട് ആണ് ഇത് ഫിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നേരത്തെ സെറ്റ് ചെയ്തുകൊണ്ടാണ് നമുക്ക് ഈ ഒരു ഹോൾസൊക്കെ നമുക്ക് അറിയാൻ പറ്റാത്തത്. അപ്പോൾ ഇങ്ങനെയാണ് ഇത് നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിരുന്നത്. അങ്ങനെ സെറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ചാനലിടാം. ചാനലിടുമ്പോൾ ശ്രദ്ധിക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ഹുക്കുള്ള ചാനലുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഈ സൈഡിൽ വരുന്നത്. നമ്മളുടെ ഇപ്പുറത്തെ സൈഡിൽ വരുന്നത് ഇതിവിടെ വരുന്നത്, ഇത് ഈ സൈഡ് വരുന്നത്. നമുക്ക് സ്ക്രൂ ചെയ്യാം. ആദ്യം നിബന്ധന സ്ക്രൂ ചെയ്തിട്ട് ചെയ്യാം. നമുക്ക് സ്ക്രോളിംഗ് ബോർഡ് സെറ്റ് ചെയ്യുമ്പോൾ പല രീതിയിൽ സെറ്റ് ചെയ്യാം കേട്ടോ. അതായത് ഇരുമ്പിൻ്റെ ഫ്രെയിം ഇട്ട് നമുക്ക് സെറ്റ് ചെയ്യാം, അലൂമിനിയത്തിൻ്റെ സെറ്റ് ചെയ്യാം. അത് ഓരോരുത്തരുടെ ബഡ്ജറ്റിനനുസരിച്ച് വേണമെങ്കിൽ നമുക്ക് മാറ്റി മറിച്ചൊക്കെ ചെയ്യാം. ഈ ഒരു ഫോം ബോർഡിന് വരെ നമുക്ക് ഹൈലൻഡ് ഷീറ്റ് ഇട്ട് സെറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ACP ഷീറ്റ് ഇട്ട് സെറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഇരുമ്പിൻ്റെ ഷീറ്റ് ഇട്ട് സെറ്റ് ചെയ്യാം. അതിനൊക്കെ റേറ്റുകൾ വ്യത്യാസം വരുമെന്നുള്ളൂ. അതിനനുസരിച്ച് നല്ല ക്വാളിറ്റിയും ഉണ്ടാവും. ഇപ്പോൾ ഒരു റേറ്റ് കുറഞ്ഞ രീതിയിൽ സെറ്റ് ചെയ്തതുകൊണ്ട് ഫോം ബോർഡ് ഇട്ടാണ് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ സെറ്റിങ് കഴിഞ്ഞു. ഇനി നമുക്ക് ഫിറ്റ് ചെയ്യേണ്ടത് ഈ തൂക്കിടാനുള്ള ഒരു ഹുക്കാണ് നമുക്ക് ഫിറ്റ് ചെയ്യാനുള്ളത്. നമ്മളുടെ ഹുക്കൊക്കെ ഫിറ്റ് ചെയ്ത് കണ്ടോ, സിമ്പിളായിട്ട് നമുക്ക് തൂക്കിടാം. യെസ്, നമുക്കൊന്നുകൂടെ ഓണാക്കി വെക്കാം. നമ്മുടെ ഇത് ഇവിടെ നിന്നാണ് ഇങ്ങനെ ഓടിയാണ് പോണത്. കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്കൊന്ന് പ്രോഗ്രാം ചെയ്ത് നോക്കാം. ഓക്കെ, ഹലോ. അപ്പോൾ നമ്മളുടെ ഡിസ്പ്ലേ ബോർഡിൽ സെറ്റ് ചെയ്ത് നമ്മൾ പ്രോഗ്രാമൊക്കെ സെറ്റ് ചെയ്ത് റൺ ആയിക്കൊണ്ടു. ഹൈടെക് മൊബൈൽ ഫോൺ സർവീസ് ഒക്കെ കറക്റ്റ് എല്ലാം നല്ല അടിപൊളിയായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. LED ആർട്ട് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അടുത്ത വീഡിയോയിൽ നമ്മൾ ഇതിനെക്കുറിച്ച് സോഫ്റ്റ്വെയറിൽ എങ്ങനെ ചെയ്യുന്നതിനെക്കുറിച്ച് വിശദമായ വിവരങ്ങൾ പറയുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ നമസ്കാരം, ഗുഡ് ബൈ. പെൻഡാ പ്ലാസ നോർത്ത് പറവൂർ പെൻഡാ പ്ലാസയിലുള്ള ഒരു സർവീസ് സെൻ്ററാണ്. മൊബൈൽ ഫോൺ സർവീസ് സെൻ്ററിൻ്റെ ഡിസ്പ്ലേ ബോർഡാണ്. അപ്പോൾ അത് കംപ്ലൈൻ്റ് ആയിരുന്നു. അതാണ് നമുക്ക് റെഡിയാക്കാൻ പോകുന്നത്. ഹൈടെക് എന്നാണ് അതിൻ്റെ പേര്. പെൻഡാ പ്ലാസയിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ ലെഫ്റ്റ് സൈഡായിട്ട് തന്നെ അവരുടെ ഷോപ്പ് വരുന്നത്. അവിടെ എല്ലാത്തരം മൊബൈൽ ഫോൺ സർവീസിങ്ങും അതുപോലെ തന്നെ ഡിസ്പ്ലേ റീപ്ലേസ്മെൻറ്റ്, ബാറ്ററി റീപ്ലേസ്മെൻറ്റ് എല്ലാ തരത്തിലുള്ള മൊബൈൽ ഫോണിൻ്റെയും ചെയ്ത് കൊടുക്കുന്നതാണ്.